watching my channel for the first time, please like, share and subscribe to my channel. Today we are doing a parenting video with my mum. ഹലോ, ഇന്നൊരു പേരൻറ്റിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളിൽ പൈസയുടെ മൂല്യം പഠിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ പ്രായത്തിലുള്ള മക്കൾക്ക് പൈസ എന്താണെന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും പഠിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇന്ന് നമുക്ക്. നമ്മളെല്ലാവരും ഇന്ന് മക്കൾക്ക് എന്തൊക്കെയോ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ആദ്യം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ പൈസയുടെ മൂല്യത്തിനെ പറ്റിയിട്ടാണ്. അതായത് പൈസ എങ്ങനെ വരുന്നു, അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, അത് എങ്ങനെ നമ്മൾ സേവ് ചെയ്യേണ്ട, അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളായിരിക്കണം ആദ്യത്തെ മാതൃക. അത് മക്കളിൽ എങ്ങനെ നല്ല രീതിയിൽ ഒരു ഹെൽത്തി എഡ്യൂക്കേഷൻ ആയിരിക്കണം, ഒരു ഫൈനാൻസ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ സ്കൂളുകളിലൊന്നും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളായിരിക്കണം അത് എങ്ങനെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എത്രയും നേരത്തെ മക്കൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഒരു 3 ഇയർ മുതലെങ്കിലും നമ്മൾ അവർക്ക് പറ്റുന്ന രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, അതായത് പൈസേനെ പറ്റിയിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഫിസിക്കൽ കറൻസി യൂസ് ചെയ്യുക. അതായത് നോട്ട്സ്, കോയിൻസ് അത് വെച്ച് തന്നെ പഠിപ്പിക്കുക മക്കളെ. നമ്മളിപ്പോൾ കൂടുതലും ഓൺലൈൻ പേയ്മെൻറ്റ്, കാർഡ് പേയ്മെൻ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഫിസിക്കൽ കറൻസി യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുമ്പോഴാണ് മക്കൾക്ക് അതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. ഇനീഷ്യലി ചെറിയ മക്കൾക്ക് ഒരു പ്രായം എത്തുന്നതിനനുസരിച്ച് നമുക്ക് പിന്നെ ഓൺലൈന്, നമ്മുടെ ഡെബിറ്റ് കാർഡ് അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫിസിക്കൽ കറൻസി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ 3 ബോക്സുകൾ, അതായത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 3 ജാറിലായിരിക്കണം. പിക്കി ബാങ്ക് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ അതിൽ നമ്മൾ പൈസ ഇടുന്നത് കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റുന്ന ക്ലിയർ വ്യൂ ഉള്ള പിക്കി ബാങ്ക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ജാറുകളാണ്. അത് ഇസാൻ പറയും ഇതെന്തിനൊക്കെയാണ്. ഇത് സ്പെൻഡ് ചെയ്യാണ്, ഇത് സേവ് ചെയ്യാണ്, ഇത് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആദ്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്പെൻഡ് ചെയ്യുക, അവർക്ക് കിട്ടുന്ന പൈസ വെച്ചിട്ട് അത് സ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം. അത് സ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം സേവ് ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു പങ്കെന്ന് ഷെയർ ചെയ്യാൻ. ആർക്കാ ഷെയർ ചെയ്യുക? Poor people. ഇനി ഇതിലേക്കുള്ള പൈസ എങ്ങനെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നായിരിക്കും അടുത്ത ചോദ്യം. അതിന് വെറുതെ നമ്മൾ കുട്ടികൾക്ക് വെറുതെ പൈസ എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല. ആ പൈസ അവർക്കത് എങ്ങനെ കിട്ടുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് നമ്മൾ അവർക്കൊരു അലവൻസ് ഫിക്സ് ചെയ്യാം. അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ക്രൈറ്റീരിയ, അതായത് മക്കൾക്ക് അവരുടെ പ്രായം അനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഓരോ ജോലികൾ തരം തിരിച്ചിട്ട് അവർക്ക് കൊടുക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവർക്ക് കൊടുക്കുക. ഇപ്പം ഇസാൻ്റെ ഡ്യൂട്ടീസ് എന്താണ് വീട്ടിൽ? Feed the fishes, lit up the candles, clean up my table, shoe rack cleaning. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇസാൻ്റെ ഡ്യൂട്ടി ലിസ്റ്റിലുണ്ട്. ആ ഡ്യൂട്ടി ലിസ്റ്റ് ചെയ്താൽ മാത്രമേ എന്താ മദര 5 dirhams. അപ്പം ഇസാൻ്റെ കുറച്ച് ലിസ്റ്റുകളുണ്ട്. ഇസാൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഈ വീട്ടിൽ. അതുപോലെ തന്നെ എൻ്റെ 4 വയസ്സായ അസ്ലാനുണ്ട് ഇതുപോലെ ഡ്യൂട്ടീസ്. 3 വയസ്സായ ആൾക്കും ഉണ്ട് അവനക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്യൂട്ടീസ്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും, അത് ഡെയിലി, അത് നിങ്ങളുടെ വിഷയമാണ്. ഡെയിലി കൊടുക്കാം, വീക്ക്ലി കൊടുക്കാം, മന്ത്ലി കൊടുക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീക്ക്ലി കൊടുക്കാനാണ്. കാരണം ഡെയിലി കൊടുക്കുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല. ഡെയിലി അവർക്ക് ഇത്ര പൈസ കൊടുക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. വീക്ക്ലി ആകുമ്പോൾ, മന്ത്ലി ആകുമ്പം കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് അവർ ആ ചെയ്യുന്ന ഡ്യൂട്ടിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. വീക്ക്ലി ആകുമ്പോൾ ഇതൊരു ഇൻസ്പിറേഷനാണ്. ആ പൈസ കിട്ടും എന്നുള്ള ആ ഒരു രീതിയിൽ അവരെല്ലാ വീക്കും അവർ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും.
അപ്പോൾ ഓരോ അലവൻസ് എപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഒരു ഡ്യൂട്ടി ലിസ്റ്റ് ഉണ്ടാക്കി അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനുള്ള ഒരു, അതായത് അവർ വർക്ക് ചെയ്യുന്നതിന് കിട്ടുന്ന ഒരു കാശ്, അല്ലാതെ വെറുതെ ഒരു കാശ് എടുത്തു കൊടുത്ത് ഈ 3 ബോക്സിൽ ഇടുന്നതിൽ കാര്യമില്ല. അവരതിൻ്റെ സോഴ്സ് മനസ്സിലാക്കണം, എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പം നമ്മളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, അതെന്തിനാണ് എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പോകുന്നത് വരുന്നതേ കാണുന്നുള്ളൂ, എന്തിനു പോകുന്നു, നമ്മൾ എന്തിനാ, ഞാൻ എന്തിനാ ഓഫീസിൽ പോകുന്നത്, എന്തിനാ, എന്താ വർക്ക് ചെയ്താൽ ഓക്കെ. അപ്പോൾ അമ്മ ഇപ്പോൾ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഓഫീസിൽ പല മക്കൾക്കും ഇസാൻ്റെ പ്രായത്തിലുള്ളവർക്ക് അറിയാം, പക്ഷെ ഇതിനേക്കാളും ചെറിയ മക്കൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. ഞങ്ങൾ വെറുതെ രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ച് വരുന്നു, അതിൽ പൈസ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, ആ കാര്യങ്ങൾ അതിൽ സ്ട്രിക്റ്റ് ആയിരിക്കണം. പിന്നെ അവർ നമ്മൾ കൊടുക്കുന്ന പൈസ കൂട്ടി ചോദിക്കുമ്പം എപ്പോഴും അത് എൻ്റർടൈൻ ചെയ്ത് കൊടുക്കരുത്. എല്ലാ ആഴ്ചയും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ കൊടുക്കും എന്നുള്ളത് നമ്മളും അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഒരു എമൗണ്ട് ആദ്യമേ അഗ്രി ചെയ്ത് വെക്കുക. അതിൽ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൂട്ടി കൊടുക്കരുത്. കൊടുക്കാം എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എക്സ്ട്രാ വർക്ക്, അതാണ് കമ്മീഷൻ ബേസിസിലോ അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക്, ഓക്കെ ലിസ്റ്റിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നിനക്ക് തരാം, അങ്ങനെ പറഞ്ഞിട്ട് മക്കൾക്ക് പറഞ്ഞു For കൊടുക്കുക. example, I don't have cleaning the dishes, so I would probably do the dishes and my mom might give me 2 or 1 dirham extra. ഓക്കെ, അതുപോലെ ഓരോ വർക്ക് എക്സ്ട്രാ ചെയ്യുന്നതിന് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഈ പ്രായത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർക്കൊരു പ്രായം എത്തുമ്പം അവർക്കതിൻ്റെ യൂസ് എങ്ങനെയാണ് പൈസ വരുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള സോഴ്സിൽ നിന്ന് സമ്പാദിക്കാൻ കുട്ടികൾക്ക് ഒരിക്കലും ഇതാക്കില്ല. പൈസ നല്ല രീതിയിൽ സമ്പാദിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. അടുത്തത് അവർ ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ എമൗണ്ടും നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവരെന്തിനാണ് ഈ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഏജിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇസാൻ എന്തായിരുന്നു ഈ സ്പെൻഡ് ചെയ്യുന്നത്? For example, my friend's birthday is coming up, so I'll take at least 5, 10, 30 to buy one good gift for him. Or I can take 5 dirhams to the store, but with my parents' permission. Or when we are going, all I'll take 5. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളൊരു കാര്യം അവർ പറയുകയാണ്. ഇപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പം അവർക്കൊരു നല്ലൊരു ബുക്ക് കണ്ട് അവർക്കത് വേണം, അത് അവർ മേടിക്കട്ടെ, അത് അവരുടെ കാശ് യൂസ് ചെയ്തിട്ട് അവർ മേടിക്കട്ടെ, അത് നിർബന്ധമാണ്. കാരണം അതിനാണ് അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നതും അവർ സ്പെൻഡ് ചെയ്യാനുള്ള ഈ ഒരു പൈസ മാറ്റി വെക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ പൈസ അവർ ഈ സ്പെൻഡിങ് ബോക്സിൽ നിന്ന് തന്നെ ചിലവഴിക്കാൻ പഠിപ്പിക്കുക. അടുത്തത് സേവിങ്. ഈ സേവ് ചെയ്യുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് പിന്നീട് ആവശ്യം വരുമ്പം അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എന്താണ് ഒരു എയിം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണ്. മേ ബി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും അവർ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി ഒരു എന്തും ആയിക്കോട്ടെ, അവർ ആ സേവ് ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പിന്നീട് അപ്പത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അതായത് അവരതിനെ ഡ്രീം ചെയ്ത് അവരതിനെ ആഗ്രഹിച്ച് അതിൽ കളക്ട് ചെയ്ത് ഓരോ പൈസ ഇടുമ്പോഴും അവരത് അറിഞ്ഞ് ഓക്കെ എനിക്ക് ഈ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് അവർക്കൊരു നല്ല ഭംഗിയുള്ളൊരു ടോയ് എന്തെങ്കിലും ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ ഇടാം. അപ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ് മക്കൾക്ക്. ഓരോ പൈസ അതിലിടുമ്പോൾ ഓക്കെ ഇത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സാധനം മേടിക്കാം എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. പിന്നെ ഷെയർ ചെയ്യൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് റൈറ്റ് ആൾക്കാർക്ക് പൈസ നമ്മുടെ ഹാർഡ് വർക്കിംഗ് ആൾക്കാർ ദേ വിൽ ഹാർഡ് വർക്ക് ആൻഡ് ഗെറ്റ് മണി ഫോർ ദെംസെൽഫ്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ലൈക്ക് സം ഡിസീസ് വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ബേബീസ്, അല്ലെങ്കിൽ പേരൻസ് ഇല്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ വെരി എൽഡർലി പേഴ്സൺസ്, പുവർ ആയിട്ടുള്ള, ദേ കനോട്ട് ഗോ ഔട്ട് ആൻഡ് വർക്ക്.
അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പം അത് അവരറിഞ്ഞ് അവരുടെ ഒരു എമൗണ്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, പിന്നെ നമ്മൾ ചെയ്യുന്നതും അവർ കാണണം. നമ്മൾ പറയും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്, ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല, പക്ഷെ മക്കൾ അറിഞ്ഞിരിക്കണം. കാരണം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. അത് അവർക്കൊരു ലെസണാണ് ലൈഫിൽ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് നീഡി ആയിട്ടുള്ള റൈറ്റ് ആൾക്കാർക്ക് കൊടുക്കാനും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. യെസ്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കടയിൽ ഒരു സാധനം മേടിക്കാൻ പോകുമ്പം അതിൻ്റെ പ്രൈസ് കമ്പാരിസൺ അത് നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അത് ഒരു പ്രാക്ടീസാണത്. ഇപ്പോൾ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടു, ഓക്കെ, നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് അത് അപ്പം തന്നെ റൈറ്റ് അവേ അത് മേടിക്കാതെ അതിന് ഒരു പ്രൈസ് കമ്പാരിസൺ നമ്മളൊക്കെ ചെയ്യുന്നതാണത്. പക്ഷേ അത് മക്കൾക്ക് നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ മേടിക്കാതെ പിന്നെ നമ്മൾ വേറൊരു കടയിൽ അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ സെയിലിൻ്റെ സമയത്ത് മേടിക്കുക. അപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യം പറഞ്ഞു കൊടുക്കുക. നമ്മൾ സെയിലിൻ്റെ സമയത്ത് നമ്മൾ കുറേ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഈ സെയില്, എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളതൊക്കെ മക്കൾക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അതുപോലെ മക്കൾക്ക് അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതുപോലെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. വെറുതെ ഒരു കുട്ടിക്ക് പൈസ കൊടുത്ത് സ്നേഹിക്കുന്നതിനേക്കാളും അവർക്കൊരു ടാസ്ക് കൊടുത്ത് അല്ലെങ്കിൽ അവർക്കൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അതിനുള്ള ഒരു ഗീവ് അവേ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിഫലമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ശരിക്കും ഒരു വലിയ ഡിഫറൻസ് തന്നെയാണ്. ഒന്നാമത് റെസ്പോൺസിബിലിറ്റീൻ്റെ കാര്യത്തിലും പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. If you like this video, please like, share and subscribe to my channel. You can also share this to your friends and family. Also, bell icon അമർത്താൻ മറക്കരുത് for more notification. So, bye. You can also comment down below what should be my next video. Bye bye.